കേരളത്തിൽ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടയിൽ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് നേരെ സോഷ്യൽ മീഡിയയിൽ ട്രോൾ മഴയാണ്. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കോൺഗ്രസിലെ യുദ്ധം ട്രോളുകളായി തന്നെ നിറയുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ലഹള നടന്ന വർഷമേത് എന്ന ചോദ്യം അടുത്ത PSC പരീക്ഷയ്ക്ക് ഉറപ്പായും വരുമെന്ന ചോദ്യമാണ് ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ട്രോളായി തന്നെ ഉയരുന്നത്. ഇതിന്റെ ശരിയുത്തരം എന്ന നിലയിൽ 2026 എന്നതാണ് ഇവിടെ ആ ചോദ്യത്തിന് ഉത്തരമായി കൊടുത്തിരിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി 3 പേർ ലഹളം നടത്തിയത് 2026 എന്ന പരിഹാസമാണ് ഇവിടെ പറയുന്നത്. കോൺഗ്രസിലെ ഈ യുദ്ധം വലിയ രീതിയിൽ വലിയൊരു ട്രോളായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുകയാണ്. സൂര്യൻ അസ്തമിച്ചതിനാൽ തന്നെ 3-ാം ദിവസം യുദ്ധം നിർത്തി എന്നതാണ് മറ്റൊരു ട്രോൾ. സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും രാജാക്കന്മാരായി തന്നെ തലയിൽ കിരീടം വെച്ച് നിൽക്കുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് ഈ ട്രോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. 3-ാം ദിവസം ഡൽഹിയിൽ നടന്ന ചർച്ചയിലും തീരുമാനമാകാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ട്രോള് പുറത്തു വന്നിരിക്കുന്നത്. 3 പേരും ഒരു കസേരയ്ക്ക് ചുറ്റും ഓടുന്ന കസേര കളിയുടെ AI വീഡിയോ അടക്കം ഇവിടെ വൈറലായി മാറുന്നുണ്ട്. 3 പേരും കസേരയ്ക്ക് ചുറ്റും ഓടി. ഒടുവിൽ രമേശ് ചെന്നിത്തല കസേരയിൽ ഇരിക്കുന്നതും മറ്റു 2 പേരും കസേര തല്ലി തകർക്കുന്നതുമാണ് വീഡിയോയിലുള്ളത്. അതേപോലെ തന്നെ മുഖ്യമന്ത്രി കസേരയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളും ആഭ്യന്തര ഭിന്നതകളും രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമായിരിക്കെ തന്നെ അതിനെ പരിഹസിച്ചും വിമർശിച്ചും നിരവധി പോസ്റ്റുകളും മീമുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൈറലായി മാറുകയാണ്. ആരാണ് മുഖ്യമന്ത്രിയാകുക, ആരാകും മുന്നണിയുടെ മുഖം എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവായി മാറുന്നത്. അതേസമയം നേതാക്കൾ തമ്മിലുള്ള പരോക്ഷ പോരും ഗ്രൂപ്പ് രാഷ്ട്രീയവും വീണ്ടും തുറന്ന ചർച്ചയാവുകയാണ്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ട്രോളുകളിൽ മുഖ്യമന്ത്രി കസാരയ്ക്ക് വേണ്ടി കോൺഗ്രസിൽ കസാരയുടെ യുദ്ധം എന്ന തരത്തിലുള്ള പരിഹാസങ്ങളും വ്യാപകമായി തന്നെ കാണാൻ സാധിക്കുന്നു. ചിലരാകട്ടെ പഴയ രാഷ്ട്രീയ സംഭവങ്ങളും നേതാക്കളുടെ പ്രസ്താവനകളും കൂട്ടിച്ചേർത്തുകൊണ്ട് വിമർശന പോസ്റ്റുകളും പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിനിടെ തന്നെ പാർട്ടിക്കുള്ളിൽ യാതൊരു തർക്കവും ഇല്ല എന്നും അന്തിമ തീരുമാനം നേതൃത്വം ചേർന്നായിരിക്കും എടുക്കുന്നതെന്നതാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതേസമയം കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്ന പ്രഖ്യാപനം സോണിയാഗാന്ധിയുമായി കൂടി ചർച്ച നടത്തിയതിനു ശേഷമാകും പ്രഖ്യാപിക്കുക എന്നതാണ് രാഹുൽ ഗാന്ധി നൽകുന്ന മറുപടി. 3 പേരും മുഖ്യമന്ത്രി പദവിക്ക് അർഹരാണ് എന്നും അത് മാത്രമല്ല മെറിറ്റ് അടക്കം പരിഗണിച്ചുകൊണ്ട് തീരുമാനം വരുമെന്നാണ് രാഹുൽ ഗാന്ധി അറിയിച്ചിരിക്കുന്നത്. നേതാക്കൾ ഒന്നിച്ചുള്ള ചർച്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഖാർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾക്കെതിരെ രാഹുൽ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്നത് 3 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയായിരുന്നുവെന്നും അതായത് കഴിഞ്ഞ ദിവസം നടന്നത് 3 മണിക്കൂർ നീണ്ട ചർച്ചയായിരുന്നു. രാഹുൽ ഗാന്ധി അടക്കം നേതാക്കളും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു. കൂടിക്കാഴ്ചയിൽ വെച്ച് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾക്കെതിരെ രാഹുൽ രൂക്ഷ വിമർശനം നടത്തുകയും ചെയ്തു. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി തന്നെ രംഗത്തുള്ള KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർക്കായിരുന്നു രാഹുലിന്റെ രൂക്ഷ വിമർശനം. നേതാക്കൾക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ട രാഹുൽ ആകട്ടെ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് അറിയിക്കുകയും ചെയ്തു. ശക്തി പ്രകടനം അവസാനിപ്പിക്കാനാകുമോ എന്ന് ഹൈക്കമാൻഡ് ഒന്നടങ്കം ചോദിക്കുകയും ചെയ്തു. ശക്തി പ്രകടനം അവസാനിപ്പിക്കുന്നോ അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുമെന്നും ഹൈക്കമാൻഡ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.